കേരളത്തിൽ ഏറ്റവും അധികം വരുമാനം സർക്കാരിന് നേടിക്കൊടുക്കുന്ന ഒരു എൻ്റർപ്രൈസാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അതായത് KSRTC ബസ്സുകൾ. പക്ഷേ ഈ KSRTC ഇത്രയൊക്കെ ഓടിയിട്ടും ഒരു ദിവസം കോടികൾ വരുമാനം നേടിയിട്ടും അത് നഷ്ടത്തിലാണ് ഓടുന്നത് എന്നാണ് പറയുന്നത്. അത് ലാഭകരമാക്കി മാറ്റാനായിട്ട് എന്താണ് പരിഹാരം? ലാഭകരമായി മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം കാര്യക്ഷമതയുള്ള മാനേജ്മെൻറ്റ് വേണം. രണ്ടാമത്തത് അഴിമതിയില്ലാത്ത ഭരണമായിരിക്കണം. മൂന്നാമത്തത് ആവശ്യമില്ലാത്ത യൂണിയനും ട്രേഡ് യൂണിയനും ഒക്കെ അതിൻ്റെ അകത്തുനിന്ന് പറിച്ചു കളയണം. നാലാമത്തത് അത് സ്വതന്ത്രമായിട്ടുള്ളൊരു കോർപ്പറേഷനായിട്ട് മാറ്റണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായി ഓടുന്ന ഒരു കോർപ്പറേഷനായിട്ട് ഇത് മാറും. ഇത് ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്ന പ്രകാരമാണ് KSRTC ഓടിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പൈസ ഉണ്ടാക്കുന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത്. സർക്കാരിന് പൈസ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കാര്യക്ഷമതയുള്ളത് ആയിരിക്കണം. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ധനമോഹം പാടില്ല, ആദർശശുദ്ധിയുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് വിജയിക്കും. പല KSRTC ബസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓക്കാനിച്ച് കാർക്കിച്ച് നിലത്ത് തുപ്പാൻ തോന്നും. അത്രയും വൃത്തിഹീനമായിട്ടുള്ള ഡിപ്പോവും വൃത്തിഹീനമായിട്ടുള്ള ബസ്സുകളുമാണ് കേരളത്തിൽ ഓടുന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങളെ കണ്ടുപിടിക്കണം. അവിടുത്തെ ബസ്സുകളുടെ വൃത്തിയും വെടുപ്പും ബസ് സ്റ്റേഷൻ്റെ അഴകും ജനങ്ങളും ആ മാനേജ്മെൻറ്റും അത് കൊണ്ടു നടക്കുന്ന രീതിയും ഗവൺമെൻറ് ജനങ്ങളോട് അതിലൂടെ ഇടപെടുന്ന രീതിയും ഒക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. നമ്മളിവിടെ വാചക കസർത്ത് മാത്രമേ ഉള്ളൂ, ജീവിതമില്ല. അതെല്ലാ മേഖലകളിലും അങ്ങനെയാണ്. രാഷ്ട്രീയത്തിലായിക്കോട്ടെ, സമുദായത്തിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ, മതത്തിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ, കുടുംബ ജീവിതത്തിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ, എല്ലാം ആദർശവും തത്വങ്ങളൊക്കെ പറയാൻ ഒരുപാട് ആളുകളുണ്ട്. 90% ആളുകളും ആദർശശുദ്ധി ഇല്ലാത്തവരാണ്. അവരുടെ മനസ്സും ഹൃദയവും പൊള്ളയാണ്. സ്വന്തം സ്ഥാപന താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലർക്കും പല താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി കഴിയുമ്പോൾ സത്യം എന്താണ് തെറ്റെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലാഭം എന്താണ് നഷ്ടം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലാത്ത പക്ഷം നഷ്ടത്തിൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അത് മാറും. KSRTC ദീർഘവർഷങ്ങളായിട്ട് കേരള സർക്കാരിന് വരുമാനം തന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. അതെപ്പോഴും നഷ്ടത്തിലാണ് ഓടുന്നതെന്ന് പറയുന്നത് ഒരു തമാശയാണ്. കാരണം കിട്ടുന്ന പൈസയെല്ലാം സർക്കാരിനാണ് പോകുന്നത്, വേറെ ആരും അതിൻ്റെ അകത്തുനിന്ന് എടുത്തുകൊണ്ട് പോകുന്നില്ല. പിന്നെ എങ്ങനെയാണ് നഷ്ടത്തിൽ ഓടുന്നത്? അതിന് പാർട്സ് വാങ്ങാൻ പൈസയില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പൈസയില്ല, സാലറി കൊടുക്കാൻ പൈസയില്ല. ഇതൊക്കെ വലിയൊരു തമാശയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ലോബികളുടെ അഴിമതിയും തട്ടിപ്പുമാണ് ഇതിന് കാരണം.